കച്ചവട താൽപ്പര്യങ്ങളുമായി കേരളത്തിലെത്തിയ അറബികളുടെ തുടർച്ചയെന്നോണം ഇസ്ലാം മതം കേരളത്തിലെത്തുകയും പിന്നീടങ്ങോട്ട് ഈ മേഖലയിൽ ക്രമാനുഗതമായ വികാസം പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. കടൽ കടന്നുള്ള കച്ചവട മേഖലയിലെ ആധിപത്യം കൊണ്ടുതന്നെ അറബികൾക്കും അവർ പ്രതിനിധാനം ചെയ്തിരുന്ന മതത്തിനുമൊക്കെ ഇവിടെ സ്വാധീനവും പ്രസക്തിയും വർദ്ധിച്ചിരുന്നു. അപ്രകാരം നൂറ്റാണ്ടുകളായി കേരളത്തിലെ ഇസ്ലാം വളരുകയുണ്ടായി എന്ന് പറയാം. കൃത്യമായി പറഞ്ഞാൽ യൂറോപ്യന്മാർ സമുദ്ര വഴിയെ പുതിയ പാത കണ്ടുപിടിച്ച് ഏഷ്യൻ മേഖലകളിലേക്ക് എത്തുന്നതുവരെയും ഏഷ്യ യൂറോപ്പ് മേഖലകൾക്കിടയിലെ സകലയിടത്തും ആധിപത്യമായി അറബ് പേർഷ്യൻ കച്ചവട മേഖല ഉണ്ടായിരുന്നു എന്നത് തന്നെ. ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം യൂറോപ്പിന് ഏഷ്യയിലേക്കുള്ള യൂറോപ്പിൻ്റെ സഞ്ചാരപാതകളുടെ നിയന്ത്രണം അവർക്ക് പൂർണ്ണമായി നഷ്ടമാവുകയും ചെയ്തുവല്ലോ. ഇസ്ലാം മേഖലയുടെ യൂറോപ്പിലേക്കടക്കമുള്ള കടന്നുകയറ്റവും കച്ചവട മേഖലയിലെ സ്വാധീനം നഷ്ടപ്പെടലുമൊക്കെ യൂറോപ്യന്മാരുടെ സഞ്ചാരപാതകൾ തേടിയുള്ള അതിസാഹസിക യാത്രകൾക്ക് കാരണമായിട്ടുണ്ട് എന്ന് കൂടി പറയാം. അപ്രകാരം കൃത്യമായ ഉദ്ദേശങ്ങളോടെ ഇന്ത്യൻ മേഖലകളിലേക്ക് സമുദ്രപാത കണ്ടുപിടിച്ച് ആദ്യം എത്തുന്നത് വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘമാണല്ലോ. കേരളത്തിൻ്റെ മേഖലകളിൽ കച്ചവട വഴിയിൽ സമ്പത്തിലും സ്വാധീനത്തിലും വളർച്ചയിലും നിറഞ്ഞു നിന്നിരുന്ന മാപ്പിളമാരുടെ അവസ്ഥയ്ക്ക് വലിയ ആഘാതവും തകർച്ചയുമൊക്കെ നൽകിയ ഒന്നായിരുന്നു പോർച്ചുഗീസുകാരുടെ വരവ് എന്ന് പറയാം. പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ തുടക്കമായി ഈ യാത്രയെ കാണാവുന്നത് കൊണ്ട് തന്നെ ചരിത്ര വഴികളിൽ ഇതിന് നിർണായക സ്ഥാനവുമുണ്ട്. 1497 വാസ്കോ ഡ ഗാമ 3 കപ്പലുകളും 160 ആളുകളുമായി മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക ഉപരോധം മറികടക്കാനുള്ള പുതിയ പാതയിലൂടെ മുന്നേറുകയും മാലിമി എന്നൊരു മുസ്ലിം നാവികൻ്റെ സഹായത്തോടെ ഇന്ത്യൻ മഹാസമുദ്രം മുറിച്ചു കടന്ന് ഒടുവിൽ 1498 മെയ് 17 കോഴിക്കോട്ടിനടുത്തുള്ള കാപ്പാട് തീരത്ത് വന്നിറങ്ങുകയുമുണ്ടായി. അന്ന് സൃഷ്ടിക്കപ്പെട്ട ആ യൂറോപ്യന്മാരുടെ വരവ് 1513 ആവുമ്പോഴേക്ക് അതിശക്തനായ സാമൂതിരി അടക്കം ഈ പുതിയ ശക്തിക്ക് കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും കച്ചവട മേഖലയിൽ മലബാറിലുടനീളം മാപ്പിളമാരെ പോർച്ചുഗീസുകാർ തകർക്കുന്ന അവസ്ഥയുമുണ്ടായി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതിൻ്റെ പ്രധാന കാരണമെന്നത് ഈ മേഖലയിലുള്ള അതിബൃഹത്തായ സാമ്പത്തിക ശക്തി കൈക്കലാക്കുക എന്നത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നത്. ഈ മേഖലയിലെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ നൽകിയിരുന്ന വലിയ സമ്പത്ത് യൂറോപ്യന്മാരെ വലിയ തോതിൽ ആകർഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പല ദൗത്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. ഹെൻറി രാജകുമാരൻ്റെ കീഴിൽ ഇന്ത്യയിലെത്താനും പൗരസ്ത്യ വ്യാപാരത്തിൻ്റെ പങ്ക് നേടാനുമുള്ള പോർച്ചുഗീസുകാരുടെ ആഗ്രഹം ആസൂത്രിതമായ സൈനിക ശേഷി ഉപയോഗപ്പെടുത്തുന്ന ഒരു ദേശീയ പദ്ധതിയായി തന്നെ മാറുകയുണ്ടായി. അതിൻ്റെ തുടക്ക വിജയം വാസ്കോ ഡ ഗാമയിലൂടെ നടപ്പാക്കപ്പെടുകയും ചെയ്തു. സാമ്പത്തികമെന്ന പോലെ മതപരമായ കാരണങ്ങളും ഈ ഒരു ദൗത്യങ്ങൾക്ക് പുറകിലുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായി പോർച്ചുഗൽ, സ്പെയിൻ മേഖലകളിലൊക്കെ നടന്നു വന്നിരുന്ന യുദ്ധങ്ങളുടെ ഫലമായി പോർച്ചുഗീസുകാർക്കൊക്കെ മുസ്ലിം ശക്തികളോട് വലിയ ശത്രുത സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അത് സാമ്പത്തികമായി കൂടി ചേർക്കപ്പെട്ടതോടെ കേരളത്തിലും സംഘർഷം സൃഷ്ടിക്കപ്പെട്ടു. അതായത് മെഡിറ്ററേനിയൻ തീരങ്ങളിലൊക്കെ നടന്നിരുന്ന സംഭവങ്ങളുമായി മലബാറിലെ മാപ്പിളമാർക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിലും പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരും മുസ്ലിം എന്ന നിലയിൽ വന്നതുകൊണ്ട് തന്നെ കേരളത്തിലും സൗമ്യമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെയുണ്ടായിരുന്ന വൻതോതിലുള്ള അറബികളുടെ സാന്നിധ്യം വലിയൊരു എതിർപ്പിനുള്ള ഘടകങ്ങളുമായി മാറി. ചുരുക്കിയാൽ മുസ്ലിം ശക്തിയെ പോർച്ചുഗീസുകാർ അവരുടെ പൊതുശത്രുക്കളായാണ് കണ്ടുപോന്നിരുന്നത്. കോഴിക്കോട് എത്തിയ പോർച്ചുഗീസുകാർ അവരുടെ കച്ചവട മേഖല സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ കാണുന്നത് മുസ്ലിങ്ങളുടെ ഒരു വലിയ വ്യാപാര ശക്തിയെ തന്നെയായിരുന്നു. അതായത് ഈ മേഖലയിലെ വ്യാപാരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. അതുപോലെ വ്യാപാരികളായിരുന്ന അവരിൽ മിക്കവരും സമ്പന്നരുമായിരുന്നു. കച്ചവടത്തിൻ്റെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ സാമൂതിരി ഇവരുമായുള്ള ബന്ധത്തിന് പ്രാധാന്യവും നൽകിയിരുന്നു. ഓരോ മുസ്ലിം വ്യാപാരിക്കും സംരക്ഷണത്തിനായി ഒരു നായർ പടയാളിയെയും കണക്കുകൾ നോക്കാൻ ഒരു എഴുത്തുകാരനെയും വ്യാപാരത്തിനായി ഒരു ബ്രോക്കറെയും അദ്ദേഹം നൽകിയിരുന്നു.
പിൽക്കാലത്ത് പോർച്ചുഗീസുകാർ നഗരത്തിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും സാമൂതിരി അത് തിരസ്കരിക്കാൻ പറയുന്നത് അവർ ഒട്ടനവധി പേർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും കച്ചവടത്തിലൂടെ അവർ വലിയ ലാഭം രാജ്യത്തിന് നൽകുന്നുണ്ട് എന്നതിനാൽ അസാധ്യമെന്ന നിലയിൽ കൂടിയാണ്. ഏതായാലും പോർച്ചുഗീസുകാരുടെ വരവോടെ കോഴിക്കോട്ടെ കച്ചവട ഘടനയിൽ പുതിയൊരു ശക്തി വരികയാണല്ലോ. അതിലൂടെ നിലവിലെ കച്ചവട മേഖലയിൽ തന്നെ പുതിയൊരു വിഭജനം ദൃശ്യമാവുകയാണ്. കോയപ്പക്കിയുടെ നേതൃത്വത്തിലുള്ള മാപ്പിളമാർ അഥവാ സ്വദേശി മുസ്ലിങ്ങളുടെ കച്ചവട മേഖല പോർച്ചുഗീസുകാരെ പൂർണ്ണമായും എതിർത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അറബികൾ സ്വാഭാവിക മാപ്പിളമാരോട് അത്ര ഉദാരമായല്ല പെരുമാറിയിരുന്നത് എന്നതാണ് ഇതിനു പുറകിലെ ഒരു കാരണം. ഏതായാലും അധികകാലം കഴിയുന്നതിന് മുന്നേ തന്നെ പരസ്പരം പോരടിക്കുന്നതിലേക്ക് കച്ചവട വഴികൾ തുറക്കപ്പെടുകയാണ്. പോർച്ചുഗീസുകാരുടെ വിജയം തടയാൻ മുസ്ലിങ്ങൾ പരമാവധി ശ്രമിച്ചുവെങ്കിലും പൂർണ്ണമായും അതൊന്നും എവിടെയും വിജയിച്ചില്ല. സാമൂതിരിയുടെ മന്ത്രിമാരെ സ്വാധീനിച്ചും പോർച്ചുഗീസുകാർ മോശക്കാരെന്ന നിലയിൽ സാമൂതിരിക്ക് മുന്നിൽ അവതരിപ്പിച്ചും പോർച്ചുഗീസുകാർക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ ലഭിക്കാതിരിക്കാൻ കരയിൽ പരമാവധി നടപടികളൊക്കെ എടുത്തും മുസ്ലിങ്ങൾ പോർച്ചുഗീസുകാരെ തടയാൻ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാമൂതിരി മുസ്ലിങ്ങളെയും പോർച്ചുഗീസുകാരെയും പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. പുതിയൊരു ശക്തി ഇവിടെ എത്തിയിരിക്കുന്നു എന്ന ബോധ്യം അദ്ദേഹത്തിന് ഏതായാലും ഉണ്ടായിരുന്നിരിക്കണം. അതുപോലെ പോർച്ചുഗീസുകാരിൽ നിന്ന് കൂടുതൽ ലാഭം ലഭിക്കുന്നു എന്ന വസ്തുതയും അവിടെയുണ്ട്. പിൽക്കാലത്ത് സംഘർഷം കലുഷിതമായപ്പോൾ സാമൂതിരിമാർ ഏതായാലും മാപ്പിളമാരുടെ പക്ഷം തന്നെയാണ് ചേരുന്നത് എന്നതും ഓർക്കുക. വാസ്കോ ഡ ഗാമയ്ക്ക് കുരുമുളക് ലഭിക്കുന്നത് തടയുകയും അദ്ദേഹത്തിൻ്റെ സംഘത്തെ തീരത്ത് തടഞ്ഞു വയ്ക്കുന്നതുമായ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സാമൂതിരിയാണ് ഇവിടെ വാസ്കോ ഡ ഗാമയെ ഒക്കെ മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാസ്കോ ഡ ഗാമയ്ക്ക് മുസ്ലിങ്ങളോട് ശത്രുതയും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ചരക്ക് ലഭിക്കാതെ കോഴിക്കോട് നിന്നും തിരിച്ച വാസ്കോ ഡ ഗാമ കോലത്തിരി രാജാവുമായി ചില കരാർ സൃഷ്ടിച്ച് ചരക്ക് നിറച്ചതിന് ശേഷമാണ് കേരളത്തിൽ നിന്നും തിരിച്ചു പോകുന്നത്. ഏതായാലും വാസ്കോ ഡ ഗാമയുടെ യാത്രയിലെ വൻ വിജയവും അതിൽ നിന്നുണ്ടായ ഏതാണ്ട് 60 മടങ്ങൊക്കെ വരുന്ന ലാഭവുമൊക്കെ ഇത്തരം യാത്രകൾ തുടരാനും ഇത്തരം ദൗത്യങ്ങൾ വർദ്ധിപ്പിക്കാനും പോർച്ചുഗീസിന് ബലമേകുകയാണ്. അങ്ങനെയാണ് തുടരെ കപ്പലുകൾ ഇന്ത്യൻ മേഖലകൾ ലക്ഷ്യമാക്കി വരാൻ ആരംഭിക്കുന്നതും കലുഷിതമായ കാലഘട്ടത്തിന് തുടക്കമിടുന്നതും. 1500-ൽ 6 കപ്പലുകളുമായി കോഴിക്കോടെത്തിയ കബ്രാൾ സാമൂതിരിയുമായി ഒരു കരാർ തന്നെ ഉണ്ടാക്കുകയും വ്യാപാര കേന്ദ്രം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെയും മുസ്ലിങ്ങൾ ചരക്ക് കബ്രാളിന് ലഭിക്കാതിരിക്കാൻ പരമാവധി നടപടികളെടുത്തു. അപ്രകാരം 2 മാസമായിട്ടും കബ്രാളിന് 2 കപ്പലുകളിൽ പോലും പൂർണ്ണമായി ചരക്ക് നിറയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വന്നെത്തി. പരാതികളിൽ സാമൂതിരി വലിയ തോതിൽ പ്രതികരിക്കാതിരുന്നതോടെ കബ്രാൾ ഒരു മുസ്ലിം കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുക്കുന്ന അവസ്ഥയും വന്നെത്തി. ഇതിന് പ്രതികാരമായി മുസ്ലിങ്ങൾ പോർച്ചുഗീസ് ഫാക്ടറി തന്നെ ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന നായകൻ അറീസ് കൊറിയയെയും മറ്റ് 53 പേരെയും വധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കബ്രാൾ 10 മുസ്ലിം കപ്പലുകൾ പിടിച്ചെടുക്കുകയും 2 ദിവസത്തോളം തുടർച്ചയായി കോഴിക്കോട് നഗരത്തെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്നാണ് പോർച്ചുഗീസുകാർ കോഴിക്കോട്ട് മേഖല വിട്ട് കൊച്ചിയിലെത്തുന്നതും ഊഷ്മളമായ സ്വീകരണം ലഭിക്കുന്നതും സാമൂതിരിയുടെ എതിരാളിയായിട്ടുള്ള കൊച്ചി രാജാവിനൊപ്പം ഒരു കരാർ ഉണ്ടാക്കുന്നതുമൊക്കെ. ഏതായാലും ശത്രുതയുടെ തുടക്കം അങ്ങനെ സൃഷ്ടിക്കപ്പെടുകയാണ്. തന്നെ ബന്ദിയാക്കിയതിൽ കടുത്ത പ്രതികാരമുണ്ടായിരുന്ന വാസ്കോ ഡ ഗാമ ഇനി തിരിച്ചു വന്നാൽ മുസ്ലിങ്ങളെ തകർക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. വാസ്കോ ഡ ഗാമ പറഞ്ഞതുപോലെ തന്നെ 1502-ൽ അദ്ദേഹം വീണ്ടും മടങ്ങിയെത്തുന്നുണ്ട്. 15 കപ്പലുകളുമായിട്ടായിരുന്നു ഇത്തവണ വാസ്കോ ഡ ഗാമയുടെ വരവ്. വന്ന വഴികളിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന മുസ്ലിം പ്രതിരോധത്തെ ആകെ തകർത്തുകൊണ്ടായിരുന്നു ഗാമ ഇത്തവണ കോഴിക്കോടെത്തുന്നത്. സാമൂതിരിയെ പോലും വകവയ്ക്കാതിരുന്ന ഗാമ കോഴിക്കോടിന് നേർക്ക് പീരങ്കി ഉണ്ടകൾ തുപ്പാനാണ് ആദ്യമേ തന്നെ തീരുമാനിച്ചത്. ഈ സമയം കോഴിക്കോട്ടേക്ക് വരികയുണ്ടായിരുന്ന അരി കയറ്റിയ 24 കപ്പലുകൾ അദ്ദേഹം പിടിച്ചെടുക്കുകയും അതിലുണ്ടായിരുന്ന 800 ജീവനക്കാരുടെ കൈകളും ചെവികളും മൂക്കുകളുമൊക്കെ അരിഞ്ഞു മാറ്റുകയുമുണ്ടായി. എന്നിട്ടും അവർ രക്ഷപ്പെടാതിരിക്കാൻ കാലുകൾ കൂട്ടിക്കെട്ടുകയും പല്ലുകൾ അടിച്ചു കൊഴിക്കുകയുമുണ്ടായി. തുടർന്ന് അവരെയെല്ലാം കപ്പലിനുള്ളിലിട്ട് തീയിടുകയും ചെയ്തു. സാമൂതിരിയുടെ ദൂതനായി എത്തിയ ബ്രാഹ്മണനെയും സമാനമായ രീതിയിൽ തന്നെ ഗാമ ആക്രമിച്ച് തിരിച്ചുവിടുകയാണ് ഉണ്ടായത്.
കോഴിക്കോട്ട് ഞങ്ങളെ വലിയ തോതിൽ അപമാനിച്ചിട്ടുണ്ടെന്നും അതിനാൽ അവരെ പരമാവധി ദ്രോഹിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുമാണ് ഗാമ ഇതിന് കാരണമായി പറഞ്ഞത്. ആ തവണയെത്തിയ വാസ്കോഡ ഗാമയെ മനുഷ്യരൂപത്തിലുള്ള ഒരു പിശാച് എന്ന നിലയിൽ വിശേഷിപ്പിച്ചിട്ടും കാണാം. കീഴടക്കുന്നതിനും മറ്റും ആയുധം ഉപയോഗിക്കുന്നത് സ്വാഭാവിക നടപടിയായിരുന്ന മധ്യകാലത്തിൻ്റെ പ്രതിനിധിയായി ഗാമയെയും കാണാമെങ്കിലും കോഴിക്കോട് അദ്ദേഹം നടത്തിയ ക്രൂരതകൾ ഇരുണ്ട അടയാളമായി നിലനിൽക്കുന്നുണ്ട്. തൻ്റെ ശക്തിക്കെതിരെ നിന്ന മുസ്ലിം വ്യാപാരികളിൽ നിന്ന് അദ്ദേഹത്തിന് പ്രകോപനമുണ്ടായെന്നത് കാണാമെങ്കിലും ഇത്തവണ കോഴിക്കോടിനെ ആക്രമിച്ചാൽ അത് സാമൂതിരി മുസ്ലിം ബന്ധം വർദ്ധിപ്പിക്കും എന്നതിനെപ്പോലും ഗാമ പരിഗണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തൻ്റെ കയ്യിൽ അതിനുള്ള ആയുധബലം ഇപ്പോഴുണ്ട് എന്നതാവാം കഴിഞ്ഞ തവണ തീരത്ത് നിൽക്കേണ്ടി വന്ന ഗാമയെ ഇത്തവണ ആക്രമണത്തിന് തന്നെ പ്രേരിപ്പിച്ചത്. ചുരുക്കിയാൽ തങ്ങൾ നിങ്ങളെക്കാൾ വളരെ വലിയ ശക്തിയാണ് എന്ന് തുറന്നു കാട്ടുകയായിരുന്നു ഗാമ അന്ന് വന്നപാടെ ചെയ്തത്. ഒന്നുകിൽ നിങ്ങൾക്ക് പോർച്ചുഗലിൻ്റെ അജയ്യമായ ശക്തിക്കൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ പരാജയം നേരിടാം എന്നത് തന്നെ. ഗാമ പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: ഇതെൻ്റെ പരമാധികാരിയായ പോർച്ചുഗൽ രാജാവിൻ്റെ നാവികസേനയാണ്. അദ്ദേഹം കടലിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ നാഥനുമാണ്. ഏവരും അദ്ദേഹത്തെ അനുസരിക്കുകയും അദ്ദേഹത്തിൻ്റെ നാവികസേനയ്ക്കായി നികുതി നൽകുകയും ചെയ്യണം. എതിർക്കുന്നവരെ എന്തായാലും തകർക്കുകയും ചെയ്യും. തുർക്കികളെ കോഴിക്കോട് കൊണ്ടുവരാൻ അനുവദിക്കുകയില്ലെന്നും വാസ്കോഡ ഗാമ നിലപാടെടുക്കുന്നുണ്ട്. ചുരുക്കിയാൽ മുസ്ലിം മേഖലയുടെ കച്ചവട മേധാവിത്വം പൂർണ്ണമായി തന്നെ വാസ്കോഡ ഗാമ രണ്ടാം വരവിൽ ആയുധബലം വച്ച് തന്നെ എതിർക്കുകയുണ്ടായി. അതിൽ രാജാവായ സാമൂതിരിയെ പരിഗണിച്ചത് പോലുമില്ല എന്ന് കാണാം. ഏതായാലും ഈ രീതിയിൽ വലിയ ആക്രമണം നേരിട്ടത് സാമൂതിരിയെയും മാപ്പിളമാരെയും അറബികളെയും ഒക്കെ പീഡിപ്പിക്കുന്നതായിരുന്നു. പിന്നീട് കണ്ടത് പോർച്ചുഗീസ് മുസ്ലിം നാവിക ശക്തികളുടെ പോരാട്ടം കൂടിയായിരുന്നു.